സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. അതായത് ആറ്റിങ്ങൽ കൊലക്കേസിലെ പ്രതിയായ നിനോ മാത്യു എന്ന് പറയുന്ന ടെക്കിയെ അയാളെ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ജീവപര്യന്തം മാത്രം 25 വർഷത്തോളം കഠിനമായിട്ടുള്ള തടവ് അനുഭവിക്കണം. അതുമാത്രവുമല്ല പിന്നെ പരോളൊന്നും ഇല്ലാത്ത തടവാണ്. അപ്പോൾ 2041 കൂടിയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വന്നിട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം. പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിച്ച്, ഇല്ലെങ്കിൽ ഈ അനുശാന്തി ഉണ്ടെങ്കിൽ അനുശാന്തിനെ തന്നെ കല്യാണം കഴിക്കാം. എനിക്ക് തോന്നുന്നു ഈ അനുശാന്തിനെ കല്യാണം കഴിക്കൂല. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുശാന്തിന് ഒരു കണ്ണൊക്കെ അടിച്ചു പോയി എന്നാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞ് ഒരു കണ്ണ് ബാക്കിയുണ്ട്. ചിലപ്പോഴത് ചികിത്സ കിട്ടിയാൽ തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. ഏതായാലും പിന്നെ അതിന് പരോൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ പരോളൊക്കെ വാങ്ങിക്കാനും ചികിത്സയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ബന്ധുക്കളൊക്കെ ഭയങ്കര സപ്പോർട്ടുണ്ട് ഈച്ചങ്ങൾക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ പോയവന് പോയി. ആർക്കാ പോയത്? ഈ അനുശാന്തി എന്ന് പറയുന്ന അവൻ്റെ ഭർത്താവിന്, അതായത് അവരുടെ ഭർത്താവിന് അമ്മയെ നഷ്ടപ്പെട്ടു, സ്വന്തം മകളെ നഷ്ടപ്പെട്ടു. ഇവർക്കൊന്നും കുഴപ്പമില്ല. ഇവർക്കൊക്കെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ നല്ല കട്ടക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവുമില്ലാന്ന്. മറ്റവനാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ആ പെൺകുച്ച് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 2014 ഇപ്പോൾ 14 വയസ്സായിട്ടുണ്ടാവുമായിരുന്നു. 4ാമത്തെ വയസ്സിലാണ് അതിനെ കൊലപ്പെടുത്തുന്നത്. ആലോചിച്ച് നോക്കണം. ഒരു ശാരീരിക സുഖം മാത്രമാണ് ലക്ഷ്യം. ഈ ശാരീരിക സുഖം ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു പിഞ്ചു കുഞ്ഞിനെയും പിന്നെ അതുപോലെ തന്നെ ഒരു പാവം സ്ത്രീയെയും നിഷ്ഠൂരമായിട്ട്, പിന്നെ ഭർത്താവിനെ പൊന്നുപോലെ സ്നേഹിച്ച ഭർത്താവിനെ, അന്ന് രാവിലെ വരെ ഭാര്യ ഓഫീസിൽ പോകുമ്പോൾ ഉമ്മം കൊടുത്തു വിട്ട ഭർത്താവിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊല്ലാൻ വേണ്ടിയിട്ട് കാമുകനെ പറഞ്ഞയച്ച അനുശാന്തി എന്ന് പറയുന്ന നികൃഷ്ട ജീവി, അതിനെയൊക്കെ വീണ്ടും വീണ്ടും പുറത്തിറക്കുന്ന ഇനി എന്ത് മാതാപിതാക്കളായി കഴിഞ്ഞാലും എന്ത് ബന്ധുക്കളായി കഴിഞ്ഞാലും ഇതിറ്റങ്ങൾക്കെല്ലാം ആ ഒരു നമസ്കാരം മാത്രമേ പറയാൻ കഴിയുള്ളൂ. നാറികളാണ് ഈറ്റങ്ങൾ, മനസ്സിലായ? ഇതിറ്റങ്ങളെ കുടുംബം അടക്കം നാറികളാണെന്നേ ഞാൻ പറയുള്ളൂ. ഇതിനെയൊക്കെ ചികിത്സിക്കുന്നവരാ അർഹിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ പുഴുത്തു മരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ കണ്ണ് കാണാതെ കണ്ണൊക്കെ അടിച്ചു പോയിട്ടില്ലേ, അങ്ങനെ നരകിച്ച് മരിക്കണം. എന്നാൽ ഈറ്റങ്ങൾക്കെല്ലാം ആ ഒരു ശിക്ഷ കിട്ടുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇമാതിരി പോക്കൃത്തരം ചെയ്തിട്ട് ഇപ്പോഴും കാണുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വധശിക്ഷ ജീവപര്യന്തമാക്കി കൊടുത്ത് ഇനി അവനിങ്ങനെ സൂയിക്കാലായിരുന്നു. അതാണ്. അവനുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഇപ്പം അവനും നല്ല കുടുംബമായി, അവനും പിന്നെ വീട്ടുകാരലായി. അവന് വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്, എല്ലാ കാര്യത്തിനൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ടാവും. എല്ലാ ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ടാവും ഇപ്പോഴും. കാരണം 10-14 വർഷമായില്ലേ. അതുകൊണ്ട് ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം ഇനിയിപ്പോഴും മറക്കാൻ പറ്റാത്ത തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും ഇപ്പോഴും. ഏതായാലും അങ്ങനെയാണ്. അപ്പോൾ 2014 ഏപ്രിൽ 16-ാം തീയതി അന്ന് രാവിലെ ജോലിക്ക് പോയതാണ് ഈ അനുശാന്തി എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ സ്വദേശി ടെക്കിയാണ്. നല്ല ശമ്പളമൊക്കെ ഉണ്ട്. ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു ഓഫീസറാണ് ഈ നിനോ മാത്യു എന്ന് പറഞ്ഞവൻ. എന്നാൽ ഇതിറ്റങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇവരുടെ കാര്യം സാധിച്ചാൽ മതി. അതായത് കൊല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് റൂം എടുത്തിട്ടോ, ഇല്ലെങ്കിൽ ഇവൻ അതിന് വേണ്ടിയിട്ട് മാത്രം ഇവനൊരു ഇന്നോവയൊക്കെ എടുത്തിനാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് ആ ഇന്നോവയിൽ നിന്ന് കാര്യം സാധിച്ചാൽ മതി. ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒളിച്ചോടിയാൽ പോരെ, അല്ലെങ്കിൽ ഒളിച്ചോടിയാൽ പോരെ. ഇനി അല്ലെങ്കിൽ ഈ അനുശാന്തി എന്ന് പറഞ്ഞവൾക്ക് എനിക്ക് പിന്നെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിനെ ഒഴിവാക്കി പോയാൽ പോരെ. എന്നിട്ട് ഇവനെ ആരും അറിയാണ്ട് കൂട്ടുകൃഷി നടത്തിയാൽ പോരായിരുന്ന. എന്തിനെ കൊന്നു കളഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഇപ്പോഴും ഇത് മൊത്തം നിർത്തിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. മനസ്സിലായ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട്. ഇത് ടെക്കിയുടെ ഇടയിൽ മാത്രമല്ല, എല്ലാവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഈ അവിഹിത ബന്ധങ്ങൾ. ഇത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്നുകിൽ ജയിലിലെത്തിക്കും, ഇല്ലെങ്കിൽ നമ്മളെ കുടുംബ നാശത്തിലെത്തിക്കും എന്നുള്ളതാണ്. അതാണ് ഈ അവിഹിത ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം പാവം ഭർത്താവ്, അയാൾക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടത്. അയാൾക്ക് അമ്മ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ പൊന്നുപോലെ സ്നേഹിച്ച മകള് നഷ്ടപ്പെട്ടു. അയാൾ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. അയാൾക്കും കിട്ടിയിരുന്നല്ലോ വെട്ട്. അയാൾ ഒരുപാട് നാൾ കഴിഞ്ഞതിൻ്റെ ഇപ്പം അന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതുമാത്രമല്ല, അയാളെ മുന്നിൽ വെച്ചല്ലേ അമ്മയെയും മകളെയും വെട്ടുന്നത്. അത് കഴിഞ്ഞ് ഇവൻ അവിടെ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ വീട്ടിൽ, അതായത് ഇവനെയും കാത്തിട്ട്. അപ്പോൾ ഒരു കാരണവശാൽ ഇവനൊന്നും പുറത്ത് ഇറക്കി വിടരുത്. പുറത്ത് ഇറക്കി കഴിഞ്ഞാൽ തന്നെ ഡേഞ്ചറാണ് അവിടെ. ഇവനൊക്കെ എന്നാ വേണ്ട അറിയാം, ഏകാന്ത തടവിലിടുക വേണ്ടത്. അങ്ങനെയാണ്, അത്രമാത്രം ഡേഞ്ചറാണ്. പക്ഷേ അതൊന്നും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഈ മനുഷ്യൻ്റെ മനോനിലയിലും മാറും. നമ്മൾ ആദ്യം ഭയങ്കര രോക്ഷത്തിലായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതെല്ലാം മറക്കും. പിന്നെന്ന് പറഞ്ഞാൽ അടുത്ത എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതെല്ലാം ഓർമ്മിക്കുള്ളൂ. അതാണ്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അവന് ഇപ്പോഴ് ഒരു പുതിയൊരു നല്ലൊരു വിധിയാണ് വന്നത്. പിന്നെ അവനെ പറ്റിയിട്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടത്. അവൻ്റെ മനോനില എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഈ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ സുഖത്തിന് ഈ ഒരു പിന്നെ ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രം
അത് രണ്ടുപേരും ചെയ്ത് വെച്ച് തന്നെയാണ്. അല്ലാതെ വേറെ എന്ത് മനോനില വന്നിന്, എന്ത് മനോനില ഇതിന് വന്നിന്? ഇവനും നല്ല ഒരു കുടുംബം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കണമായിരുന്നു. ഇവന് നല്ല കുടുംബം, 2 കുട്ടികൾ ഇവനും ഉണ്ട്. അവരെയൊക്കെ മറന്നിട്ടാണ് ഇവൻ ഇമാതിരി പോക്കൃത്തരത്തിന് പോയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം തന്നെ ഇവനെ പിടിച്ചിരുന്നു. പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരുപാട് നാൾ കോടതിയും കേസും ഒക്കെ ആയിട്ട് നടന്നു. പിന്നെ ഇവൻ ജയിലിൽ ഭയങ്കര ഡീസൻ്റാണെന്നാണ് പറയുന്നത്. ഭയങ്കര ഡീസൻ്റാണെന്ന് പറയുന്നത്. ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അതായത് ഒരുപാട് പണിയെടുത്തോളും. എന്താ വെച്ചാൽ ഇവൻ എഞ്ചിനീയറാണല്ലോ, ടെക്നോ പാർക്കിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവനെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കാം. മറ്റേ ഇവർക്ക് ഈ പിന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മമത ഉണ്ടാവും. അതാണ് അവരെ കുറേ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ, സഹായിക്കുന്നതല്ലേ. ഏതായാലും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് വളരെ മോശമായി പോയപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അവനെയൊക്കെ വധശിക്ഷ തന്നെ കൊടുക്കണം. അവനൊന്നും ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല അവിടുന്ന്. എന്നെങ്കിലും മാത്രമേ ഇനി അടുത്തവനെങ്കിലും ഒരു പേടി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും തന്നെ ഈ അവിഹിതത്തിന് പോകുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൊയ്ക്കോ അവിഹിതത്തിനോ, നിങ്ങൾ നാട് വിട്ടിട്ടോ, ഇനിയിപ്പോൾ എന്ത് ഒരു ആ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഈ ഭർത്താവിനെല്ലാം വെറുതെ വിട്ടാൽ മതി. അത്രയേ വേണ്ടു. നിങ്ങൾ എന്തോ അവിഹിതത്തിന് പോയിക്കോ, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴവിഹിതത്തിന് സുഖമാണ്. കാരണം ഇപ്പോൾ മൊബൈൽ ടു മൊബൈലല്ലേ. അതാണ് 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതുണ്ടല്ലോ, കൊല്ലത്തൊരു സ്ത്രീ കുളിക്കുന്നെടുക്കുന്ന ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്ക് മുഴുവൻ. അതാണ് പാവം ഭർത്താവ്. അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല. അയാൾ ജോലിക്ക് പോയത് രാവിലെ തന്നെ. അയാൾ വൈകുന്നേരം ഏതെങ്കിലും സമയത്താണ് വരിക. അപ്പോഴിവിടെ ഇങ്ങനെ താണ്ഡവമാടിക്കൊണ്ടിരിക്കല്ലേ ഈ ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായ? അതായത് ഒരുത്തം വന്ന് ഫോട്ടോ എടുത്തിട്ട് ഈ പെണ്ണിനോട് പിന്നീട് സംസാരിക്കണമെങ്കിൽ ഓൻ എത്ര ധൈര്യം വേണം. ഈ പെണ്ണ് അത്രയും ആയിട്ട് പെരുമാറുന്നതുകൊണ്ടല്ലേ ഓൻ സംസാരിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ ഏത് അയൽവാസി ആയി കഴിഞ്ഞാലും ഒരു പെണ്ണിൻ്റെ ഫോട്ടോ വന്നെടുത്ത് കുളിക്കുമ്പോൾ ആ കുളിക്കുന്നത് ഒന്നുകിൽ ഇവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഇവൻ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ വന്നിട്ട് ഇവളെടുത്ത് വന്ന് സംസാരിക്കണമെങ്കിൽ അവൻ ഇവളുമായിട്ട് നല്ല രീതിയിലുള്ള സംസാരിക്കുന്ന ആളായിരിക്കണം. അല്ലാതെ ഒന്നും ഒരിക്കലും ഒരു പെണ്ണിൻ്റെ മുന്നിൽ വന്നിട്ട് അങ്ങനെ നിൻ്റെ ഫോട്ടോ കണ്ടാ എന്ന് പറഞ്ഞിട്ട് നിൽക്കാനൊന്നും ഒരുത്തനും കഴിയില്ല മോനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെയില്ല ഒലക്കുണ്ടല്ലോ, അതെടുത്തിട്ട് പെരുമാറിയാലും മതിയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഒരുപാട് ഇത് ചെയ്തതിൻ്റെ ഇപ്പോഴും പോയിട്ട് കേസ് കൊടുത്തിട്ട് പറയുന്നത്, അയ്യോ എന്നെ ചെയ്തേ 10 പേര് ചെയ്ത്, 5 പേര് ചെയ്ത്, 4 പേര് ചെയ്തേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾ കാമുകന്മാർ, അവിഹിതക്കാർ, ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ മക്കളെ, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം കളയരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, അവന്മാരെ ഇത് ചെയ്യരുത്. അവിഹിതക്കാർ വേണമെങ്കിൽ നിങ്ങൾ പിന്നെ ഏതെങ്കിലും കടൽ തീർത്ത് പോയിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ടോ എന്തോ വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നിങ്ങളെ അർമാദിച്ചോ. ഇമാതിരി പോക്കൃത്തരം ചെയ്യരുത്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇവൻ്റെയൊക്കെ കാര്യമായിരുന്നു. നല്ല ഇഷ്ടം പോലെ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരുത്തനാണ് ഈ ടെക്കികളാണ്. 2 നല്ല ശമ്പളമല്ലേ, 2 എഞ്ചിനീയർമാരാണ്. നല്ല ശമ്പളവും നല്ല ജീവിതവുമാക്കി ജീവിക്കേണ്ട ഒരുത്തനായിരുന്നു. ഈ ഒരു സുഖത്തിന് വേണ്ടി മാത്രം പോയിട്ട് 2 ഇപ്പം ജയിലിൽ കിടന്നെന്ന് അറിയിക്കുന്നത്. അതാണ് ഈ നിനോ മാത്യുവും അനു ശാന്തിയും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡിപ്പാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ല രീതിയിലുള്ള കമൻറ്റ് കൊടുക്കുക. മോശമായിട്ടുള്ള കമൻറ്റൊന്നും വേണ്ട. പോട്ടെ. നന്ദി, നമസ്കാരം.